മുടി കൊഴിച്ചൽ അതുപോലെ തന്നെ കഷണ്ടി വരിക, നിലത്ത് മൊത്തം മുടി വരിക, ഒരു ചീവലിന് തന്നെ എന്താണ് നമുക്ക് അടിച്ചു വരുമ്പോൾ പൊടിയേക്കാൾ കൂടുതൽ മുടിയാണ് കിട്ടുന്നത് അല്ലേ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നമ്മളുടെ അടുക്കളയിലുള്ള ഈ ഒരു സാധനങ്ങൾ വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സൂപ്പർ റിസൾട്ട് കിട്ടും, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ. പിന്നെ ഞാനൊരു കാര്യം പറയാം, എല്ലാവർക്കും എല്ലാം പറ്റണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ സാധനങ്ങൾ അലർജി ഉണ്ടാവും. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ അടുക്കളയിൽ എന്നും ഉള്ള സാധനമുള്ള ഉള്ളിയും പെരിഞ്ചീരകവും. ഇത് 3 ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. ഇവ രണ്ടും കൂടെ നല്ലതുപോലെ തന്നെ ചതച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത്, ഞാനിവിടെ പച്ചരിയാണ് എടുത്തേക്കുന്നത്. പച്ചരിയാണ് ഇത്തിരിയും കൂടെ നല്ലത്. അത് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് 3ഉം കൂടെ നല്ലതുപോലെ ചതച്ചെടുക്കണം കേട്ടോ. ആ അരിയും നല്ലതുപോലെ തന്നെ ചതച്ചെടുക്കുക. എന്നിട്ട് ഈ 3ഉം കൂടെ ഒരു പാനിലേക്ക് ഇട്ട് നമ്മൾ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 1.5 ഗ്ലാസ് ആവുന്നവരെ വറ്റിക്കാം. ഈ ഒരു 3 സാധനങ്ങൾ വെച്ച് ഈ ഒരു ഹോം റെമഡി നിങ്ങൾ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തലയോട്ടിയിലുണ്ടാവുന്ന എന്താ പറയുക, ഫംഗൽ ഇൻഫെക്ഷൻ ആകട്ടെ, പിന്നെ നമ്മൾ ആ ചൊറിച്ചിലാകട്ടെ, താരനാകട്ടെ, എല്ലാത്തിനും പരിഹാരമാണ്. പക്ഷെ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണണം. കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് കാണിച്ചു തരുന്നത്. പല രീതിയിലുള്ളത് കാണിച്ചു തന്നിട്ടുണ്ടായും. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഹോം റെമഡി വേറെ ഉണ്ടാവില്ല കേട്ടോ. ഇത് തിളപ്പിക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തന്നെ തിളപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഇത് 1 ഗ്ലാസ് ആവുന്നവരെ നല്ലതുപോലെ തന്നെ വറ്റിച്ചെടുക്കണം. 2 ഗ്ലാസ് ഒഴിച്ചാൽ 1 ഗ്ലാസ് ആവുന്നവരെ. അരി ഓൾമോസ്റ്റ് നല്ല രീതിയിൽ വെന്ത് വരുന്നവരെ നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ ഡയറക്റ്റ് ഉള്ളി ഒന്നും എന്താണ് പറയുക, ചൂട് കയറ്റാതെ നമ്മൾ ഡയറക്റ്റ് തലയോട്ടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചിലവർക്ക് ചൊറിച്ചിൽ വരാം, അതുപോലെ തന്നെ താരൻ്റെ ബുദ്ധിമുട്ട് വരാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഇതുപോലെ നമ്മൾ ചതച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഇതൊന്ന് വറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മുടിയിലുള്ള സ്പ്ലിറ്റ്നെസ്, മുടി വിണ്ട് കീറുക, മുടി എന്താ പറയുക റഫായിട്ടിരിക്കുക, ഇങ്ങനെ എന്താണ് പറയുക ഒരു ഭംഗിയില്ലാതെ ചകിരിനാര് പോലെ കിടക്കുക, അങ്ങനെയുള്ള അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞ് കഷണ്ടി വരിക, ഇവയ്ക്കെല്ലാം പരിഹാരമാണ്. ഇനി നമുക്ക് ഈ ഒരു ഓയിലിനെ കുറിച്ച് അറിഞ്ഞാലോ. അതവിടെ തിളക്കട്ടെ കേട്ടോ. നമ്മളുടെ ഫെയർനെസ് ഓയിൽ നിങ്ങൾക്കറിയാലോ, ബട്ടർ ഫ്രൂട്ട്, ക്യാരറ്റ്, അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ പൊടിക്കുന്ന മഞ്ഞൾ, ബീട്രൂട്ട്, റോസാപ്പൂ, പിച്ചിപ്പൂ, അങ്ങനെ കുറേ പൂക്കളും പൊടികളും സാഫ്രോണൊക്കെ ചേർത്തുണ്ടാക്കുന്ന അനാർക്കലി ഫെയർനെസ് ഓയിൽ നിങ്ങൾക്കറിയാം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. സൺ ടാൻ്റെ മാറുവാൻ, അതുപോലെ നമ്മളുടെ ചിക്കൻ ബോക്സ് വന്നിട്ട് വരുന്ന പാടുകൾ, സ്ട്രെച്ച് മാർക്ക്, ഇവയെല്ലാം മാറ്റാനായിട്ട് ഓൾ ബോഡി നിങ്ങൾ അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ച് ചുളിവ് മാറുവാൻ, പ്രായത്തിലുണ്ടാവുന്ന ചുളിവ് മാറുവാൻ, നല്ല ഗ്ലോയിങ് ആകുവാനും, കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തേച്ച് ഒന്ന് കുളിച്ചു നോക്കൂ. 2 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിന് നല്ല വ്യത്യാസം ഉണ്ടാവും. ഇനി കരുമംഗല്യം, മുഖക്കുരു, മുഖത്തുണ്ടാവുന്ന പാടുകൾ, ചെറിയ പാടുകൾ, ചെറിയ കുത്തുകൾ, ഇവയെല്ലാം മാറാനായിട്ട് നമ്മൾ ഈ ഒരു പൊടി ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഓയിൽ ഫേസിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളവർ ഈ ഒരു പൊടി മേടിച്ച് ഉപയോഗിച്ച് നോക്കൂ. നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിക്കുന്ന ഒരു പൊടിയാണ്. ഇതിൽ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രത്തോളം എഫക്റ്റീവ്, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമ്മൾ ബ്യൂട്ടി പാർലറിൽ 2000-1000 ഒക്കെ കൊടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ സൈഡ് എഫക്റ്റും അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. മസ്റ്റായിട്ടും ഇത് ഒരു പ്രാവശ്യമെങ്കിലും മേടിച്ചു നോക്കിയാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഉപയോഗം മനസ്സിലാവുള്ളൂ. തൈരിലോ പാലിലോ റോസ് വാട്ടറിലോ, ഈ 3-ൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ളത്. ചിലവർക്ക് തൈര് പറ്റില്ല, ചിലവർക്ക് പാല് പറ്റില്ല, ചിലവർക്ക് റോസ് വാട്ടർ പറ്റില്ല. ഏറ്റവും നല്ലത് നമ്മൾ തൈരിൽ തേക്കുന്നതാണ് കേട്ടോ. കരിമംഗല്യമൊക്കെ പോകുവാനായിട്ട്. അതൊന്നും പറ്റാത്തവരാണെങ്കിൽ വെറും വെള്ളത്തിൽ ചാലിച്ചാണെങ്കിലും തേച്ചാൽ മതി. സൂപ്പർ റിസൾട്ട് ആയിരിക്കും.
പറ്റും. ഒരു പ്രാവശ്യം ഈ ഒരു പൊടി മേടിച്ച് നോക്കാം. നമ്മളുടെ അനാർക്കലി ഹെയർ ഓയിലിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ഓയിലാണ്. അത്രത്തോളം ആളുകൾ വാങ്ങുന്നുണ്ട്, റിവ്യൂ പറയുന്നുണ്ട്, അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. നമ്മളെ വീട്ടിൽ തന്നെ കാച്ചിയെടുക്കുന്ന അടിപൊളി ഒരു ഹെയർ ഓയിലാണ്. നല്ല ഉറക്കം കിട്ടുവാനും മുടി കൊഴിച്ചിൽ മാറുവാനും അകാരനര മാറുവാനും ഒക്കെ സൂപ്പർ ഹെയർ ഓയിലാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. മസ്റ്റായിട്ടും ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഒരു പ്രാവശ്യമെങ്കിലും മേടിച്ചു നോക്കാം. ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. ആ ഒരു ഉള്ളിയും പെരിഞ്ചീരവും ആ ഒരു അരിയും എല്ലാം നല്ല രീതിയിൽ തന്നെ ഇതായി കിട്ടിയിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് എടുക്കും കേട്ടോ ഇതൊന്ന് ആയി കിട്ടാനായിട്ട്. നമ്മൾ ഇനി ഈ ഒരു ഇത് കളയേണ്ട കാര്യമില്ല. നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു പാക്ക് ഇട്ട് ദിവസവും ഈ ഒരു സിറം ആയിട്ട് നമുക്ക് എടുത്ത് വെക്കാം, ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം. എന്നിട്ട് തണുപ്പ് പോയതിന് ശേഷം മാത്രം തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ആ ഒരു വാട്ടർ ഈ ഒരു പാക്ക് ഒരാഴ്ച നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് ആ ഒരു നമ്മൾ ഈ ഒരു ചണ്ടിയിൽ നമ്മൾ അരിച്ചെടുക്കുന്ന ചണ്ടി കളയണ്ട, നമുക്കൊരു പാക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇത് അരച്ചെടുത്തതിലേക്ക് മുട്ടയുടെ വെള്ളം ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. കുറേ ഒന്നും ചേർക്കേണ്ട. കുറേ ചേർത്ത് കഴിയുമ്പം മണമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ അനാർക്കലി ഹെയർ ഓയിൽ കൂടി 2-3 തുള്ളി ഇതിലേക്ക് ഇറ്റിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു പാക്ക് ഇട്ടിട്ട് പിന്നെയുള്ള ദിവസങ്ങളിൽ ഞാൻ കാണിച്ചു തരാം. അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ മുടിയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് കേട്ടോ. സൂപ്പർ റിസൾട്ട് കിട്ടും, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ. ഈ ഒരു പാക്ക് അരമണിക്കൂർ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷാമ്പു ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. സോപ്പ് ഉപയോഗിക്കരുത് കേട്ടോ. മൈൽഡായിട്ടുള്ള ഷാമ്പു എന്ന് വെച്ചാൽ ഈ ഒരു ഉള്ളിയുടെയും മുട്ടയുടെ ഒക്കെ ഒരു സ്മെല്ല് വരുമ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ ഷാമ്പു ഉപയോഗിച്ചില്ലെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു വാട്ടറിൽ ഇതുപോലെ ബോട്ടിലിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. എടുത്ത് ഉപയോഗിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നമ്മളിത് പുറത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം മാത്രം തലയിൽ അപ്ലൈ ചെയ്യുക. ജലദോഷമോ മറ്റുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്തതിന് മാത്രം, നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി പ്രോബ്ലമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാവുള്ളൂ. അല്ലാതെ നിങ്ങൾ ഉപയോഗിക്കരുത്. തലയിൽ നല്ലതുപോലെ പുരട്ടിയതിന് ശേഷം അരമണിക്കൂർ വെച്ച് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി. ദിവസവും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ കിഡിലൻ ഒരു ഹെയർ സീറവും ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റിയ ഹെയർ മാസ്കുമാണ് ഞാൻ കാണിച്ചു തന്നേക്കുന്നത്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ 100% റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഹോം റെമഡിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കുന്നത്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് വഴി അഭിപ്രായം അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.